ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടിയുടെ റെഗുലർ സർവീസിൻ്റെ ഒരു വീഡിയോ, അതായത് ജനറൽ ആയിട്ടുള്ള സർവീസ് വീഡിയോ ആണ്. നമുക്ക് അതിൻ്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ ബാക്കിലത്തെ ടയർ പുതിയ ടയർ കിടക്കണേ, ഹബിന് വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഇല്ല. ഈ ടയർ ഇത്രയും ഗ്രിപ്പുള്ളൂ, കട്ട കൂടിയ ടയർ ആയതുകൊണ്ട് തന്നെ വണ്ടി ഹാൻഡിൽ നമുക്ക് ഒരുപാട് ബലം അനുഭവപ്പെടുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത്രയും കട്ട ഇത്രയും ഓവർ ഗ്രിപ്പുള്ള മോഡൽ നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ മതിയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ച് തീർക്കുക, വണ്ടി അത് ഓടിക്കുമ്പോൾ നമുക്കത് ഫീൽ ആവുന്നുണ്ട്. ഹാൻഡിലും ഒരുപാട് ബലം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരല്പം ടൈറ്റ് പോലെ കാണിക്കും, ഈ കട്ട ബാക്കിൽ ഒരുപാട് കൂടുതൽ വരും കേട്ടോ. വേറെ മാർഗ്ഗമില്ല, ഒന്ന് ഉപയോഗിച്ച് തീർക്കുക, ഇനി അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, കമ്പനി ഫിൽറ്റർ കിടക്കണേ, പുതിയ ഫിൽറ്ററാണ്. തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ഇറക്കുന്ന യൂണിറ്റാണ്. അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ ഭാഗമായാലും ചെക്ക് ചെയ്യുന്ന സമയത്തും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഇപ്പോൾ കാണിക്കുന്നൊന്നുമില്ല. അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ചു കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്, ഗ്രീസ് ചെയ്തിട്ടാണ്. ക്ലച്ച് ഔട്ടറിനായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് നമുക്ക് വണ്ടിമ്പോൾ കിടക്കണേ, ഡാമേജ് ഒന്നുമില്ല. പവർലിങ്ങിൻ്റെ ബെൽറ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് കിടക്കുന്നത് കേട്ടോ. കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. വേറെ ഡാമേജ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടാം, ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അത് ടൈറ്റ് വരാതിരിക്കാനായിട്ട് അത് ഗ്രീസ് ചെയ്ത് നിർത്താം. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ലീക്കേജ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയിക്കാണ്. ആ കൈയോടെ അഴിച്ചാൽ ആ ഗ്യാസ്കറ്റും അതിൻ്റെ റബ്ബറും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ കൺട്രോളിൽ നിർത്താനായിട്ട് പറ്റും. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ആക്സിലേറ്ററിൻ്റെ കേബിളായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്കുള്ള ഹെഡിൻ്റെ ആ ഒരു ലീക്കേജ് മാത്രമാണ് നമുക്ക് എഞ്ചിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഈ ഷോക്കിൻ്റെ ബുഷ് അത്യാവശ്യം ഓവലായിട്ടുണ്ട്, അത് ഗ്രീൻ ബുഷാണ്, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വന്ന ഒരു ബുഷാണ് അത് കേട്ടോ. അത് മാത്രം ഒന്ന് മാറ്റിയിടാം. ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഹാൻഡിലും ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത് നമുക്ക് പൊടിക്കൊന്ന് ലൂസാക്കി ഇടാം. ചെറിയൊരു അടി ഇപ്പം തന്നെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പരിധിക്കുള്ളൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം അത് ഹാൻഡിൽ ബെയറിങ് ടൈറ്റ് കാണിക്കും. ഇപ്പോൾ ഓൾറെഡി ബാക്ക് ടയറും കൂടി അത്രയും ഗ്രിപ്പ് ഉള്ളതായതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് കംഫർട്ട് അല്ലാത്തതിൻ്റെ ഒരു റീസൺ അതും കൂടിയാണ്. പരമാവധി ഉപയോഗിക്കുക, ഇപ്പോൾ അഴിച്ച് മാറ്റമൊന്നും വേണ്ട, മാക്സിമം ഉപയോഗിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഓടിക്കുമ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് ടയറൊക്കെ നല്ല ടയറാണ്. ശരിക്കും ഈ മോഡൽ ടയർ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. സ്കൂട്ടർ മോഡലുകൾക്ക് ഏറ്റവും ബെറ്റർ ഈ മോഡലാണ്. അതിപ്പോൾ കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും കൊടുക്കാം, MRF, അപ്പോളോ, സിയറ്റോ, ജെക്കോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇത് എടുക്കുന്നതാണ് കുറേ കൂടി ബെറ്റർ. കാരണം വെച്ചാൽ അത് കറക്റ്റ് നമുക്ക് റൈഡിങ് കംഫർട്ട് തന്നെ മോഡലാണത്. അപ്പോൾ മാക്സിമം ബാക്കിലത്തെ ഉപയോഗിച്ച് തീർക്കുക. ഈ ടയർ കുഴപ്പമൊന്നുമില്ല, നിലവിൽ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ വീൽ ബെയറിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല, ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി. ഞാനതിൻ്റെ 2024 എന്ന് പറയുമ്പോൾ വാറണ്ടി പീരീഡിലുള്ളതാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ വന്നുണ്ട് കേട്ടോ, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ലൈനർ കിടക്കണേ, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ പുതിയ ഫിൽറ്റർ കിടക്കണേ, ഇപ്പോൾ പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി കേട്ടോ. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി 2300 കിലോമീറ്ററോളം ആയിട്ടുള്ളൂ. ശരിക്കും നമുക്കൊരു 700 കിലോമീറ്റർ കൂടി കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. ശരിക്കും ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടം വളരെ കുറവായിട്ടാണ്. അപ്പോൾ ഈ 700 കിലോമീറ്റർ എന്നുള്ളത് ചിലപ്പോൾ 3-4 മാസം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കും കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ കിലോമീറ്റർ മാറേണ്ട കിലോമീറ്റർ ഓൾറെഡി ആ ബില്ലിനകത്ത് തന്നെ എഴുതി തരാം. അടുത്ത ഓയിൽ ചേഞ്ചിൻ്റെ കിലോമീറ്റർ ബില്ലിൻ്റെ ബാക്കിൽ എഴുതിയതാണ്. അപ്പോൾ പിന്നെ അത് മറന്നു പോകില്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. ആ ടൈം ആകുമ്പോൾ മാറ്റിയാൽ മതി. ഓട്ടം കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചിലപ്പോൾ 3-4 മാസം ആ ഓയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചേക്കാം. ഓക്കെ.